ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 5-ാമത്തെ അധ്യായം 75-ാമത്തെ ഭാഗം ഇപ്പോൾ പറയണു. 47-ാമത്തെ ശ്ലോകം തൊട്ടിട്ടാണ് പറയണത്. ഇപ്പോൾ ഗോകർണൻ സപ്താഹം വായിക്കണു. അവിടെ ഒരു മുളയുടെ അടിയിൽ ഈ ധുന്ധുകാരി പ്രേതം വന്ന് ഇരുന്നു എന്ന് വരെയാണ് നമ്മൾ 46-ാമത്തെ ശ്ലോകത്തിൽ വായിച്ചത്. ഇനി 47-ാമത്തെ ശ്ലോകം. ഓം. വാദരൂപേ സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസ പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോ കരോത് ദിനാന്തേ രക്ഷിതാ ഗാഥ തഥാ ചിത്രം ബഭൂവഃ. ഈ കാറ്റിൻ്റെ രൂപത്തിലായിട്ടുള്ള ധുന്ധുകാരി പ്രേതത്തിന് ഒരു ചഞ്ചലാവസ്ഥയുണ്ട്. കാറ്റെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുളയുടെ ഉള്ളിൽ മുകളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കമ്പിൻ്റെ അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അടിയിലുള്ള ദ്വാരം അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് വെച്ചത്. കഥ ശ്രവിക്കാനുള്ള ശരീരമില്ലാത്തത് ഒരു വലിയ പ്രശ്നം. പക്ഷേ എങ്കിലും സാന്നിധ്യം കൊണ്ട് അതാണ് ജീവൻ അവിടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞത്. കിടന്നുറങ്ങിയാലും വിരോധമില്ല, ജീവൻ അവിടെ ഉണ്ടായാൽ മതി. നമ്മുടെ ഈ ശരീരത്തിന് ചിലപ്പോൾ ഉറക്കം വരാം, പല പ്രശ്നങ്ങളുണ്ടാവും. അവിടുന്ന് പോവാഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കഥാശ്രവണം ആര് ചെയ്യും? ജീവൻ ചെയ്യും. അപ്പോൾ ചെവിയില്ലാത്തത് കൊണ്ട് പ്രേതത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ശരീരം ഒരു പ്രത്യേകമായിട്ട് ശരീരം ഇല്ലാത്തതുകൊണ്ട് മുലയുടെ ഉള്ളിൽ അവിടെ ഇരുന്നു, അവിടെ ആശ്രയിച്ചു. അങ്ങനെയാണ്. അപ്പോൾ കഥാശ്രവണത്തിന് സ്ഥിരമായിട്ടുള്ളൊരു ശ്രോതാവ് വേണം, അതിനൊരു സ്ഥിരത വേണം. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരേ സ്ഥാനത്ത് തന്നെ ഇരിക്കണം. ഇവിടുന്ന് ഇന്ന് പോയി നാളെ വന്ന് അതേ സ്ഥാനത്ത് വന്നിരിക്കണം. അങ്ങനെ ഒരു നിയമം നമുക്ക് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ഒന്നുണ്ട് വേണമെങ്കിൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ഇരിക്കണം. പിന്നെ ശ്രദ്ധായുക്തൻ ആയിരിക്കണം. ഭക്തി സമന്വിതം, യുക്തിയുക്തമായിട്ട് ഇരിക്കണം. അങ്ങനെയൊക്കെ കണക്കുണ്ട്. ഭക്തിയാ ഭാഗവതം ജ്ഞേയം ഭക്തിയാ യുക്തിയാ ച ഭാരതം ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച രാമായണം സ്മൃതം എന്നാണ്. ശ്രീമദ് രാമായണം സ്മൃതം. അപ്പോൾ ഇവിടെ കേവല ഭക്തി മാത്രമേ ഭാഗവതം കേൾക്കാൻ വേണ്ടൂ, ജ്ഞാനം വേണ്ട. അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കോളൂ, കേവല ഭക്തി മാത്രം മതി. സ്നേഹ, വിനയ, ശുശ്രൂഷ, സമർപ്പണ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് ഉണ്ടായാൽ മതി. അങ്ങനെ ശ്രവണത്തിന് വേണ്ടിയിട്ട് ഈ പ്രേതത്തിന് അത്രയ്ക്ക് സാധിക്കുമോ എന്നറിയില്ല. ഒരുത്തിയിലിരിക്കണം, ശ്രദ്ധായുക്തമായിട്ട് അഭിജ്ഞനുമായിട്ടുള്ള ഒരു മുഖ്യ ശ്രോതാവില്ലാതെ കണ്ട് കഥാകഥനം അത്ര കേമാവില്ല. ഈ വക്താവിൻ്റെ മുമ്പിൽ ഒരു ശ്രോതാവ് വേണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. സ്ഥിരമായിട്ട് ആ ശ്രോതാവ് ആദ്യം വന്നിരിക്കണം. ആ ശ്രോതാവിന് കഥയിലാവണം താല്പര്യം. വക്താവിൽ നിന്ന് എന്ത് കിട്ടുമോ അത് മേടിക്കാൻ തയ്യാറായിട്ട് വേണം അവിടെ ഇരിക്കാനായിട്ട്. അതും ഇന്ന് യജ്ഞങ്ങൾക്ക് തരാവാറില്ല. ശ്രോതാക്കൾ ഇങ്ങനെ മാറി മാറി വരും. നമുക്കൊരു മുഖ്യ ശ്രോതാവിനെ തിരഞ്ഞെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്ഥിരം ഉണ്ടാവില്ല, സദാ സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നം. അത് പാടില്ല. അങ്ങനെ വേണം, ഒരു മുഖ്യ ശ്രോതാവ് വേണം. അതൊക്കെ അതിൻ്റെ നിയമമാണ്. അത് ഈ ഭരിക്കുന്ന ഒരു ആൾ ആവുകയും അരുത്. ശ്രോതാവ് തന്നെ വേണം. 3 സ്ഥാനമുണ്ട്: ശ്രോതാവ്, വക്താവ്, പിന്നെ നടത്തിപ്പുകാരിലാണ് പെടുക. അപ്പോൾ ഈ നടത്തിപ്പുകാർ അവിടെ വന്നിട്ട് മുഖ്യ ശ്രോതാവായിട്ടിരുന്നാൽ ശരിയാവില്ല. ഫുള്ളായിട്ട് കേൾക്കണ ഒരാൾ മുഖ്യ ശ്രോതാവ്, അയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവാൻ പാടില്ല. കേൾക്കുക എന്ന് മാത്രമേ പാടൂ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഇന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മുഖ്യ ശ്രോതാവ് ഇല്ലാതെ കണ്ട് ഭാഗവതം വായന ശരിയാവില്ല, ഭംഗിയാവില്ല. ഇത് കണക്കാക്കിക്കൊണ്ട് മഹാഭക്തനായിട്ടുള്ള ഒരു പണ്ഡിതനെ, ഒരു ബ്രാഹ്മണനെ അവിടെ മുഖ്യ ശ്രോതാവായിട്ട് ഗോകർണൻ നിശ്ചയിച്ചു. അദ്ദേഹത്തിനോടാണ് ഈ പ്രഥമസ്കന്ധം മുതൽ കഥ പറയാൻ തുടങ്ങിയത്. എല്ലാ ശ്രോതാക്കളും അത് കേട്ടു. അത് ഇവർ തമ്മിലുള്ള സംവാദത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ ശ്രോതാവിന് എന്തെങ്കിലും പറയാനുണ്ടോ അത് കേൾക്കും, അതിന് ഉത്തരവും പറയും. അങ്ങനെ ദിവസത്തിൻ്റെ അവസാനത്തിൽ എപ്പോഴാണോ സന്ധ്യാവന്ദനം തുടങ്ങേണ്ടത് അതിൻ്റെ മുന്നേ സ്നാനം കഴിഞ്ഞ് വരേണ്ടത് ആ സമയം, ഇപ്പോൾ ഒരു 5:30 എന്ന് കൂട്ടുക, 5:30 വരെ സദ്യ വായിക്കാവൂ.
അതോട് കൂടിയിട്ട് ഈ കഥാകഥനം നിർത്തണം. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ അത്യാശ്ചര്യകരമായിട്ടൊരു സംഭവം ഉണ്ടായി എന്നാണ് ഇവിടെ ഈ പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത ശ്ലോകത്തിലാണ് അത് 49, 50, 51, 52 ആയിട്ടുള്ള ശ്ലോകങ്ങളിൽ ഈ പ്രേതത്തിൻ്റെ മുക്തി ഒരുമിച്ച് അങ്ങോട്ട് പറയുകയാണ്, ഓരോ ദിവസവും ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ എന്നാൽ വായിച്ചിട്ട് പറയൽ പിന്നീടാവാം. വംശൈക ഗ്രന്ഥിഭേദോ ഭൂൽ സശബ്ദം പശ്യതാം സദാം ദ്വിതീയേ അഹ്നി തഥാ സായം ദ്വിതീയഗ്രന്ഥിഭേദനം തൃതീയേഹ്നി തഥാ സായം തൃതീയഗ്രന്ഥിഭേദനം ഏവം സപ്തദിനൈർവംശഃ സപ്തഗ്രന്ഥിവിഭേദനം പ്രേതോപി ദ്വാദശസ്കന്ധശ്രവണാത് പ്രേതതാം ജഹൗ ദിവ്യരൂപധരോ ജാതഃ തുളസീദാമമണ്ഡിത പീതവാസാഖനശ്യാമോ മുകുടി കുണ്ടലാന്വിത നനാമ ഭ്രാതരം സദ്യോ ഗോകർണം ഇതി ച ബ്രവീത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ഭക്തന്മാരും ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ആദ്യത്തെ ദിവസം വായന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുളയുടെ ഒന്നാമത്തെ ഏറ്റവും അടിയിൽ ആ ഒരു കമ്പ് അതങ്ങോട്ട് പൊട്ടി. അങ്ങനെ രണ്ടാം ദിവസം വായിച്ചപ്പോൾ രണ്ടാമത്തെ കമ്പ് പൊട്ടി. അപ്പോൾ ഈ പ്രേതം ആദ്യത്തെ കമ്പിൽ നിന്നും രണ്ടാമത്തെ കമ്പിലേക്ക് എത്തി. മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ കമ്പ് പൊട്ടി, മൂന്നാമത്തെ കഴിഞ്ഞു നാലാമത്തെ കമ്പിലേക്ക് എത്തി. ഇങ്ങനെ അഞ്ചാമത്തെ ദിവസവും പൊട്ടി, ആറാമത്തെ ദിവസവും പൊട്ടി. ഏഴാമത്തെ ദിവസം വായന കഴിഞ്ഞപ്പോൾ ഏഴാമത്തെ കമ്പും പൊട്ടി. 12 സ്കന്ധങ്ങളും വായന കഴിഞ്ഞു. 13ാമത്തെ അധ്യായം കൂടി വായിച്ചു. സംഗ്രഹാധ്യായവും സമാപനാധ്യായവും എന്നാണ് 12ഉം 13ഉം 12ാമത്തെ സ്കന്ധത്തിലെ ഒടുക്കത്തെ അധ്യായങ്ങൾ വായിക്കുക. ഇപ്പോൾ ബ്രഹ്മോപദേശം വായിച്ചു കഴിഞ്ഞു 5ാമത്തെ അധ്യായം. അത് കഴിഞ്ഞ് പിന്നെ ഇത് കേട്ട പരമ്പരയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാർക്കണ്ഡേയ കഥയൊക്കെ പറഞ്ഞു. നമ്മളെ ഭരിക്കുന്നതായിട്ടുള്ള ഈ സൂര്യദേവൻ്റെ 12 ഭാവങ്ങളെ പറഞ്ഞു, ഗണങ്ങളെ പറഞ്ഞു. അതിനുശേഷം ഇതുവരെ എന്തൊക്കെയാണോ ഭാഗവതത്തിലുള്ളതെന്നെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സംഗ്രഹാധ്യായം, ദ്വാദശ അധ്യായം, ദ്വാദശ സ്കന്ധത്തിൽ അത് വായിച്ചതിന് ശേഷം സമാപനാധ്യായം ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷു ദേവേശ നാഥസ്ത്വന്നോ യഥ പ്രഭോ. ഇങ്ങനെ ആ അധ്യായനോട് മുഴുവിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഈ പ്രേതം ഒരു ദിവ്യമായിട്ടുള്ള ഈശ്വര വിഷ്ണു ഭാവത്തെ, വിഷ്ണു പാർഷദ ഭാവത്തെ, ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് തുളസിമാലയൊക്കെ ധരിച്ച് അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള മഞ്ഞപ്പട്ട് ഒക്കെ എടുത്തുകൊണ്ട് മേഘശ്യാമള നിറത്തോട് കൂടിയിട്ട് കിരീടകുണ്ടലങ്ങളെയൊക്കെ ധരിച്ച് ഒരു വിഷ്ണു ആയിട്ട് വന്നു. കൗസ്തുഭം എന്നുള്ള രത്നം ഉണ്ടാവില്ല, ശ്രീവത്സം എന്നുള്ള മറുക് ഉണ്ടാവില്ല, പക്ഷസിൽ ലക്ഷ്മി ഉണ്ടാവില്ല. ഈ മൂന്നും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വിഷ്ണു തുല്യതയാണ്. അങ്ങനെയുള്ള ആ രീതിയിൽ ആ പ്രേതം മാറി എന്ന് പറയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? വാദരൂപയും സ്ഥിതിയും കർത്തും അശക്ത വംശമാവിശത്. ഈ വാദരൂപിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ പ്രേതത്തിന് ഒരു പ്രത്യേക സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുക, ശ്രവണം ചെയ്യുക, ഇതൊക്കെ മനനം ചെയ്യുക, നിധിധ്യാസം ചെയ്യുക, അതൊന്നും സാധിക്കില്ല. കർത്തും അശക്ത വംശമാവിശത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുളയിലേക്ക് പ്രവേശിച്ചത്. വംശം എന്നുള്ളത് അവിടെ മുളയാണ്. ആ മുളയിലേക്ക് പ്രവേശിച്ചത്. വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം. വിഷ്ണു ദീക്ഷ എടുത്തിട്ടുള്ള ഒരു ബ്രാഹ്മണനെ, ഭക്തനെ മുഖ്യം ശ്രോതാരം, മുഖ്യനായിട്ടുള്ളൊരു ശ്രോതാവായിട്ട് പരികൽപ്യ. ഗോകർണൻ ഇങ്ങനെ സങ്കല്പിച്ചു. സഹ, ആ ഗോകർണൻ പാരായണം തുടങ്ങിയ സമയത്ത് മുഖ്യ ശ്രോതാവായിട്ട് ഇവിടെ പണ്ഡിതന്മാരുണ്ട്, യോഗികളുണ്ട്, ബ്രഹ്മോപാസന ചെയ്യുന്നവരുണ്ട്, ഭക്തന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. മഹാവിദ്വാൻമാരുണ്ട്, മഹായോഗികളുണ്ട്, മഹാജ്ഞാനികളുണ്ട്, ബ്രഹ്മോപാസകരുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വിഷ്ണു ദീക്ഷ എടുത്ത ഒരു പരമഭക്തനെ, ബ്രാഹ്മണനെ, വിപ്രനെ പ്രധാന ശ്രോതാവായിട്ട് ഇരുത്തി. എന്നിട്ട് വായിക്കാൻ തുടങ്ങി ഗോകർണൻ. അപ്പോൾ വാദരൂപി ആയതുകൊണ്ടാണ് ഒരുത്തിരിക്കാനോ ഇത് കേൾക്കാനോ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടാനോ ഒന്നും സാധിക്കില്ല എന്ന് ഗോകർണൻ തെറ്റിദ്ധരിച്ചു എന്ന്. അതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ അബദ്ധം പറ്റരുത്?
തെറ്റിദ്ധാരണയാണ്. നമുക്ക് ആ ജീവന് അതൊന്നും ഇല്ല എന്ന് നമ്മൾ ധരിക്കുക. ആ ജീവൻ ഊണ് കഴിക്കാൻ വന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ, കിടന്നുറങ്ങിക്കോട്ടെ, അദ്ദേഹം പോയിക്കോട്ടെ, നമ്മളതിന് സജ്ജമാക്കി കൊടുക്കണം. ഗോകർണന് പോലും ഇത് പറ്റി. എന്ത്, ഈ പ്രേതത്തിന് ഇരിക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ മുഖ്യ ശ്രോതാവാക്കാൻ പറ്റില്ല, പ്രതികരിക്കില്ലല്ലോ. അത്രേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. ശ്രോതാവ് ചോദിക്കുകയും പറയുകയൊക്കെ വേണേ. അപ്പോൾ അങ്ങനെ ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ശരീരം ഇല്ലാത്തതുകൊണ്ട്. കേൾവി എന്നെ അറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ മുളയിൽ ഇരുന്നതായിട്ടുള്ള വംശമാവശ്യത, മുളയിൽ ഇരുന്നതായിട്ടുള്ള ഈ വാദരൂപിയായിട്ടുള്ള ധുന്ധുകാരി പ്രേതത്തിന് ഇരിക്കൽ പോലും അശക്തം, അത്രയും പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോവാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. മുലയുടെ ഉള്ളിലാണ്ട് നമ്മൾ വെള്ളത്തിൽ മറ്റേ താത്തി വെച്ചതായിട്ടുള്ള മുലയുടെ ഏറ്റവും അടിയിലുള്ളിൽ ആ പൊന്തി കിടക്കുന്ന സാധനം, ആ ജീവൻ അവിടെ ഇരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്നത് കൊണ്ട് ശിവപുരാണത്തിൽ ആ പ്രേതത്തിനെ കെട്ടിയിട്ടുണ്ടായി ആ ഗന്ധർവൻ ആചാര്യൻ, കെട്ടിയിട്ടു അനങ്ങാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് ശിവപുരാണം മുഴുവൻ കേട്ടു, എന്നിട്ട് മുക്തനായി. എന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു തരം കെട്ടിയിട്ടുള്ള തന്നെയാണ്, പക്ഷേ സ്വയമേവയാണ്. മുളയിലാണ് കയറിയിരുന്നു, ആ കമ്പിൻ്റെ മുകളിൽ ചെന്ന് തട്ടി, പിന്നെ ഒന്നും നിർത്തിയില്ല, അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന, പക്ഷേ ഈ വക്താവിന് ഒരാളില്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് ഈ വിഷ്ണു ഭക്തനായിട്ടുള്ള, വിഷ്ണു ദീക്ഷിതനായിട്ടുള്ള ഒരാളെ മുമ്പിലെത്തി. മഹാപണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഭാഗവതനാണ്. എന്തായാലും അദ്ദേഹത്തിന് മുമ്പിലെത്തി ശ്രോതാവായിട്ട് സങ്കല്പിച്ചു. എന്നിട്ടാണ് വായിക്കാൻ തുടങ്ങിയത് ഗോകർണൻ. വാദരൂപീ സ്ഥിതിം കർത്തും അശക്തോ വംശം ആവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസാം. പിന്നെയോ പ്രഥമസ്കന്ധത സ്പഷ്ടം. ആദ്യത്തെ ദിവസം പ്രഥമസ്കന്ധം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സ്പഷ്ടം ആഖ്യാനം, നന്നായിട്ട് തന്നെ അത് വായിച്ചു പറഞ്ഞു. ധേനുജഹ, ഈ ധേനുവിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഗോകർണൻ ആകരോത്, നന്നായിട്ട് തന്നെ ചെയ്തു. ദിനാന്തേ രക്ഷിതാ ഗാഥ, ദിനത്തിൻ്റെ അവസാനത്തിൽ ഈ ഭാഗവത കഥയാകുന്ന ഗാഥയാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശ്രോതാക്കൾ മുഴുവൻ തഥാ ചിത്രം ബഭൂവ, അവിടെ അന്തരീക്ഷം മുഴുവൻ ഒരു ഭഗവാന്റെ സാന്നിധ്യം ഭക്തിയോട് കൂടിയിട്ട്, ജ്ഞാനവൈരാഗ്യത്തോട് കൂടിയിട്ടൊക്കെ ഉണ്ടപ്പോൾ അവിടെ എല്ലാവരും ഭക്തന്മാരാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ആ സമയത്ത് ദിനാന്തേ രക്ഷിതാ ഗാഥ, ഈ ഭാഗവതമാണ് എല്ലാവരെയും രക്ഷിച്ചത്. അങ്ങനെയുള്ള അവിടെ ചിത്രം ബഭൂവ, ഒരു അത്ഭുതത്തെ സംഭവിച്ചു, ഒരു അത്ഭുതം അവിടെ സംഭവിക്കേണ്ടായി. പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജഹ അകരോത്. പ്രഥമസ്കന്ധത എന്താ, ഭാഗമായിട്ട് തിരിക്കുമ്പോൾ എന്ന രീതിയിൽ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രഥമസ്കന്ധം, ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം അങ്ങനെയാണ് പറയുക. അപ്പോൾ ആദ്യത്തെ ദിവസം വായന കഴിയുന്ന തൃതീയ സ്കന്ധത്തിലേക്ക് അങ്ങോട്ട് കടന്നിട്ട് ഒരു പകുതി മുക്കാലും വായിക്കും. 13ാമത്തെ അധ്യായം മിനിമം, അല്ലെങ്കിൽ 19ാമത്തെ അധ്യായം എന്നൊക്കെ കണക്കുണ്ട്. ആ കണക്കിപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ ഈ പ്രഥമസ്കന്ധം എന്നുള്ളത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാതാവും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗോകർണൻ വളരെ നന്നായിട്ട് തന്നെ ഭാഗവത കഥകൾ ഇങ്ങനെ വായിച്ചപ്പോൾ ആ ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണയേവഹിയാണ്, അതുകൊണ്ട് എല്ലാവരെയും രക്ഷിച്ചു. ഭാഗവതത്തിൽ ഇനി അവർക്ക് അവിടുന്ന് വിട്ടുപോകാൻ പറ്റില്ല. ആ രീതിയിൽ എല്ലാവരും അവിടെ കെട്ടപ്പെട്ടു. വീട്ടിൽ പോകാൻ, ഉണഴിക്കാൻ, വരാൻ, തിരിച്ച് പിറ്റേ ദിവസം ഇവിടെ എത്താം, സപ്താഹം കഴിഞ്ഞിട്ട് ഇനി അവർ പോകുള്ളൂ. അങ്ങനെ മനസ്സും ശരീരവും അവിടെ ബന്ധിക്കപ്പെട്ടു. അപ്പോൾ ശരീരത്തിന് ഇടയ്ക്കൊന്ന് പോകണം, പോയിട്ട് തിരിച്ചു വരും, മനസ്സ് വരാതിരിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ജീവൻ അവിടെ എത്തും ഉറപ്പാണ്. ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അത്യത്ഭുതമായിട്ടൊരു സംഭവം നടന്നു. പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജഹ അകരോത് ദിനാന്തേ രക്ഷിതാഗാഥ തഥാ ചിത്രം ബഭൂവ. അപ്പോൾ ഇവിടെ ഒരു ദിവസം കൊണ്ട് ഒരു സ്കന്ധം മാത്രമല്ല വായിക്കുള്ളൂ എന്നും, പ്രഥമവും ദ്വിതീയവും കഴിഞ്ഞ തൃതീയത്തിൽ ഈ വരാഹാവതാരം വരെ നമ്മൾ വായിച്ചു വയ്ക്കാറുണ്ട്. 13 അല്ലെങ്കിൽ 19. ഇപ്പോൾ നമ്മൾ 20, 21, 22 വായിക്കാറുണ്ട്. അതായത് ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 22ാമത്തെ അധ്യായം വരെ വായിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 19 എന്ന് കൂട്ടാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 19ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 13ആണ്. അങ്ങനെ ഒരു കണക്കുണ്ട്. ആയിക്കോട്ടെ, പറയാം. വാദരൂപീ സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശത് വൈഷ്ണവം ബ്രാഹ്മണം മുഖ്യം ശ്രോതാരം പരികൽപ്യസ. പ്രഥമസ്കന്ധത സ്പഷ്ടം ആഖ്യാനം ധേനുജോകരോത് ദിനാന്തേ രക്ഷിതാ ഗാഥ തഥാ ചിത്രം ബഭൂവ. ഇപ്പം ഇവിടെ സപ്താഹവിധി
എങ്ങനെയാണെന്നുള്ളത് ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ സപ്താഹം പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ ബ്രഹ്മാവ് നാരദൻ തമ്മിലുള്ള സംവാദം. ആ സമയത്ത് ചോദിച്ചു, കത്യധ്യായ വാചനീയാഹ സപ്താഹേ പ്രത്യഹം പിതാ. എത്ര അധ്യായമാണ് ഓരോ ദിവസവും വായിക്കേണ്ടത്? 335 അധ്യായമുണ്ട്, 18,000 ഗ്രന്ഥമുണ്ട്, 12 സ്കന്ധമുണ്ട്. എത്രയാണ് വായിക്കേണ്ടത് അച്ഛ എന്ന് നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്, പ്രഥമേന്നി വരാഹാന്തം. ആദ്യത്തെ ദിവസം വൈകുന്നേരം വരെ വായിക്കേണ്ടത്, രാവിലെ തുടങ്ങിയിട്ട് 6 to 5:30 വായിക്കേണ്ടത് വരാഹാന്തം, വരാഹ കഥ അവസാനിക്കുന്നത് വരെ. വരാഹ കഥ ഏറ്റവും അവസാനിക്കുന്നത് 19ാമത്തെ അധ്യായത്തിലാണ്. 13ാമത്തെ അധ്യായത്തിൽ വരാഹ അവതാരം. ആ കഥ വിസ്തരിക്കണം എന്ന് പറഞ്ഞപ്പോൾ 6 അധ്യായങ്ങളെ കൊണ്ട് പിന്നീട് കഥ പറഞ്ഞു. അപ്പോൾ പ്രഥമേ നീ തൃതീയ സ്കന്ധത്തിൽ 13 അല്ലെങ്കിൽ 19ാമത്തെ അധ്യായം വരെ വായിക്കാം. അതേപോലെ ദ്വിതീയേ ഭരതാന്തകം, 2ാമത്തെ ദിവസം പഞ്ചമസ്കന്ധത്തിൽ ജഡഭരത കഥ അവസാനിക്കണമെന്നാണ്. നമ്മൾ സാധാരണ 9ാമത്തെ അധ്യായം വായിച്ച് ഭദ്രകാളി ഭരതനെ രക്ഷിച്ചതായിട്ടുള്ള ഭാഗം വരെ വായിച്ചു വയ്ക്കും. അപ്പോൾ സ്വതേ അത് പോരാ, 15ാമത്തെ വംശം, ഭരതവംശമുണ്ട്, ആ വംശം കൂടി വായിച്ചു വെക്കണമെന്നാണ്. അപ്പോൾ 2ാമത്തെ ദിവസം പഞ്ചമസ്കന്ധത്തിൽ 5ാമത്തെ അധ്യായം വരെ വായിച്ചു വെക്കണം. പിന്നെ തൃതീയേ ശ്രീ നൃസിംഹാന്തം, 3ാമത്തെ ദിവസത്തിൽ സപ്തമസ്കന്ധത്തിൽ നമ്മൾ നരസിംഹ അവതാരം വരെ വായിക്കും. അല്ലാച്ചാൽ ആ സ്തുതിയും കൂടെ വായിക്കും, പ്രഹ്ലാദ സ്തുതി. അപ്പോൾ 8, 9, 10. അപ്പോൾ അതിൽ 8ഉം 9ഉം വായിച്ച് നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ നരസിംഹ അന്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10ാമത്തെ അധ്യായം കൂടി വായിച്ചാലേ പൂർത്തിയാവുള്ളൂ. 11 to 15 മാനുഷമാണത് സനാതന ധർമ്മത്തെ പറ്റി പറയുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്രമപ്രകാരം 15ാമത്തെ അധ്യായം കൂടി വായിച്ചിട്ട് നിർത്തലാണ്. അപ്പോൾ 7ാമത്തെ അധ്യായം കഴിഞ്ഞ് നരസിംഹാവതാരം വായിച്ച് പിന്നെ സ്തുതി വായിച്ച് 10ാമത്തെ വായിച്ചിട്ട് ആരും നിർത്താറുമില്ല. അതൊരു തമാശയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 10ാമത്തെ അധ്യായം കൂടി വായിച്ച് നിർത്തണം എന്നാ, നരസിംഹ അന്തെന്നാ, ഭഗവാൻ മറയണത് വരെ എന്നാ. അപ്പോൾ ഭഗവാൻ മറിഞ്ഞാൽ പിന്നെ ആ ത്രിപുരാന്തക കഥയും കൂടിയും പറയും. വ്യത്യാസമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഭഗവാൻ ആശ്രിതൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ഭക്തന്മാരെ ആശ്രയിക്കും, ഭക്തന്മാരെ അനുഗ്രഹിക്കും, ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കും. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ 10ാമത്തെ അധ്യായം കൂടി വായിച്ചു വയ്ക്കാം. നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞ നരസിംഹാന്തം എന്നാണ്, നരസിംഹാവതാരം വരെ എന്നുള്ളതല്ല. നരസിംഹാവതാരത്തിൻ്റെ ആ ശ്ലോകം 18ാമത്തെ ശ്ലോകത്തെ ഉണ്ട്. എന്തായാലും ആ ശ്ലോകം വായിച്ചത് നിർത്തുന്ന ആചാര്യന്മാരുണ്ട്. അതൊക്കെ തെറ്റാന്നാണ് എൻ്റെ ഒരു പക്ഷം, എൻ്റെ പക്ഷാട്ടോ, അല്ലാതെ പേഴ്സണലാണ്, അല്ലാണ്ട് വരെ മറ്റൊരാൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഭാഗവത പ്രകാരം ഈ 10ാമത്തെ അധ്യായം കൂടി വായിച്ചിട്ട് നിർത്തുകയാണ് ഉത്തമം. സ്തുതിയും കഴിഞ്ഞ് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് നരസിംഹരൂപി ആയതുകൊണ്ട് ഭഗവാൻ യാത്രയായതിൻ്റെ ശേഷം, ഭഗവാൻ മറിഞ്ഞതിൻ്റെ ശേഷം ത്രിപുരാന്തക കഥ കൂടി വായിച്ച് നിർത്തുന്നതാണ് സ്വതേ നല്ലത്. അപ്പോൾ 3ാമത്തെ ദിവസം ഈ നൃസിംഹ പര്യന്തം, നൃസിംഹാന്തം. പിന്നെ ചതുർത്ഥേ വംശവർണ്ണനം, 4ാമത്തെ ദിവസം വംശവർണ്ണനം എന്നുള്ളത് 9ാമത്തെ സ്കന്ധത്തിൽ 24ാമത്തെ അധ്യായം കൂടി വായിച്ചു നിർത്തലാണ്. അപ്പോൾ അവിടെ ശ്രീ ശിവബ്രഹ്മർഷി ശ്രീകൃഷ്ണൻ ആയിട്ട് അവതരിച്ചു എന്നും ഭൂഭാരം തീർത്തു എന്നും പറഞ്ഞു അവസാനിപ്പിച്ചു. കൃഷ്ണൻ്റെയും രാമൻ്റെയും അവതാരമൊക്കെ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ ചെയ്തിട്ടുള്ള ലീലകളെ പറഞ്ഞു. ഇങ്ങനെ ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂർണ്ണതയാണ് അവിടെ. അപ്പോൾ 4ാമത്തെ ദിവസം വായിക്കേണ്ടത് നമ്മൾ സാധാരണ എങ്ങനെ പതിവ്, 10ാമത്തെ സ്കന്ധത്തിലെ തൃതീയ അധ്യായത്തിലെ 3ാമത്തെ അധ്യായം കൂടെ വായിച്ച് കൃഷ്ണാവതാരം വായിച്ചു നിർത്തലാണ് പതിവ്. ചിലവർ പൂതനാമോക്ഷം വരെ വായിച്ചു നിർത്തും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4ാമത്തെ ദിവസം ഈ 9ാമത്തെ സ്കന്ധത്തിലെ 24ാമത്തെ അധ്യായം വായിച്ചു നിർത്താനാണ്. അതേപോലെ 5ാമത്തെ ദിവസം ഗുരുലീലാന്തം. അപ്പോൾ 5ാമത്തെ ദിവസം ഈ 10ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം മുതൽ 45ാമത്തെ അധ്യായം കൂടി, കംസവധം കഴിഞ്ഞിട്ട് ഈ ഭഗവാന്റെ ഉപനയനം, അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വിദ്യാഭ്യാസം കഴിച്ച് തിരിച്ച് വന്നതായിട്ടുള്ളൊരു അധ്യായമുണ്ട്. ആ അധ്യായം കൂടി വായിച്ച് നിർത്തണമെന്നാ ഗുരുലീലാന്തം പഞ്ചമേ. അപ്പോൾ ആകെ അത്രയും അധ്യായങ്ങളെ അന്ന് വായിക്കണ്ടു. 45 ശ്ലോകം, 45 അധ്യായം. എന്നാലും വായിക്കാൻ കുറേ ഉണ്ട്.
ഇനി 6-ാമത്തെ ദിവസം ഷഷ്ഠേ ലീലാസമാപനം എന്നാ. അപ്പോൾ ലീലാസമാപനം എന്നുള്ളത് തർക്കമുണ്ട്. ഭഗവാന്റെ ലീലകളെ അവസാനിപ്പിക്കുന്നത് 90-ാമത്തെ അധ്യായം അങ്ങനെയൊക്കെ കണക്കാക്കും ദശമത്തിൽ. അങ്ങനെയല്ല, സ്വതേ ഈ ലീലാസമാപനം ഭഗവാന്റെ വാക്കുകൾ അവസാനിക്കുന്നത് ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം കഴിഞ്ഞുള്ള സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ബലരാമൻ മറിയണു, അതിന് കഴിഞ്ഞിട്ട് ഭഗവാൻ മറിയണു. 31-ാമത്തെ അധ്യായം കൂടി വായിക്കണം എന്നാ. ഏകാദശ സ്കന്ധത്തിൽ 31-ാമത്തെ അധ്യായം കൂടിയും ഈ 6-ാമത്തെ ദിവസം വായിക്കണം. ഷഷ്ഠേ ലീലാസമാപനം. അപ്പോൾ അതുവരെയാണ് വായിക്കേണ്ടത് എന്ന് സാരം. അപ്പോൾ നമ്മൾ എങ്ങനെ ഭാഗവതത്തെ എടുക്കണം എന്നുള്ളത് നമ്മൾ കുറച്ച് വിശകലനം ചെയ്തുകൊണ്ട് നല്ലോണം അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ വേണം. 10-12 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിധികളുണ്ട്. സകാമം, സന്താനം ഉണ്ടാവാൻ ഇങ്ങനെ വായിക്കുക, കല്യാണം നടക്കാൻ ഇങ്ങനെ വായിക്കുക, പ്രേതമുക്തിക്ക് ഇങ്ങനെ വായിക്കുക, അങ്ങനെയൊക്കെ പല കണക്കുകളുണ്ട്. അപ്പോൾ ഇത് ബ്രഹ്മാവിനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഒരു കണക്കാണ് അപ്പോൾ ഞാൻ പറയണത്. അത് വ്യാഖ്യാതാവ് ഇതിൽ കൊടുത്തതിനെ വായിക്കുകയാണ്. ഷഷ്ഠേ ലീലാസമാപനം. അപ്പോൾ 6-ാമത്തെ ദിവസം 31-ാമത്തെ, ഏകാദശത്തിൽ 31-ാമത്തെ, അപ്പോൾ ദശമത്തിൽ 46-ാമത്തെ അധ്യായം മുതൽ ഭ്രമരഗീതം മുതൽ ഈ ഭഗവാൻ മറിയുന്നത് വരെയുള്ള ഭാഗത്തെ വായിക്കണം. 7-ാമത്തെ ദിവസം ശുഖപൂജാന്തം. അപ്പോൾ 7-ാമത്തെ ദിവസം നമ്മൾ 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം കൂടി വായിച്ചിട്ട് നിർത്തണം. പിന്നെ അവതാര അല്ലെങ്കിൽ മറ്റേ ജന്മാദ്യസ്യ ഒക്കെ ചൊല്ലിയിട്ട് നിർത്തുക. അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ ഇതിൽ ഈ 6-ാമത്തെ ദിവസം എന്നുള്ളത് കുറച്ചധികം വായിക്കാനുണ്ട്, പറയാനുണ്ട്. സത്രം ആയിട്ട് നടത്തുമ്പോൾ 6-ാമത്തെ ദിവസം ഈ 46-ാമത്തെ അധ്യായം തൊട്ടിട്ട് 31-ാമത്തെ ദിവസം 6 ദിവസം കൊണ്ട് സത്രമായിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ഈ 5 ദിവസം വരെ 45-ാമത്തെ അധ്യായത്തോട് കൂടിയിട്ട് നിർത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം കൊണ്ട് ഈ ഏകാദശ സ്കന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വിസ്തരിച്ചുകൊണ്ട്, അതായത് ഭാരതകഥകളാണ് ഈ രാജസൂയത്തിലൊക്കെ. അതേപോലെ രുക്മിണി കല്യാണം ആണ് മറ്റൊന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം. പിന്നെ മറ്റൊന്ന് സുധാമാചരിതം തൊട്ടുള്ളതാണ്. പിന്നെ വസുദേവരുടെ യാഗത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു സമ്മേളനം സൂര്യഗ്രഹണ കാലത്തെ, അതൊക്കെ ഒരു പ്രത്യേകമാണ്. പിന്നെ സന്താനഗോപാല കഥകൾ. അപ്പം ഇങ്ങനെയുള്ള കഥകളെ വിസ്തരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് സത്രമാക്കിയിട്ട് പറയുമ്പോൾ 6 ദിവസം കൊണ്ട്, പിന്നെ ഈ നിമി നവയോഗി സംവാദവും ഉദ്ധവോപദേശവും വിസ്തരിക്കണം. അപ്പോൾ ഇതിന് 6 ദിവസത്തെ സത്രാവുമ്പോൾ 12 ദിവസമൊക്കെയാണ് വരിക. അപ്പോൾ ഈ 12 ദിവസത്തിൽ 6 ദിവസം ഇതിനു വേണ്ടിയിട്ട് മാറ്റിയേക്കണമെന്നാണ്. കാരണം ഈ കഥകളുടെ വിസ്താരം, അവതാരങ്ങളുടെ വിസ്താരം, ഇതൊക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കും. അത് വിസ്തരിക്കാൻ പറ്റും. അതിനാണ് 6 ദിവസം. അപ്പോൾ ഒരു 12 ദിവസം കൊണ്ട് ഇങ്ങനെയാണ് സത്രമായിട്ട് നടത്തേണ്ടത്. 7 ദിവസമാണെന്ന് വെച്ചാൽ അവിടെ വായിച്ച് പോയാൽ മതി. വായിക്കാനുള്ള സമയം കിട്ടുന്നു. ഇങ്ങനെയൊക്കെ നിയമം. ഇനി ഒരു നിയമം നോക്കണ്ട എന്ന് പറയാറുണ്ട്. അത് എങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് വായിക്കാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. ഒന്നും നോക്കാതെ കണ്ടും ഭാഗവതത്തെ വായിക്കാം. 7 ദിവസം കൊണ്ടാണ് വായിച്ച് തീർത്താൽ മതി. പകലേ വായിക്കാവൂ. എന്താ പറയാൻ പറ്റുക വെച്ചാൽ പറയാം. എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഭാഗവതത്തിലേതേ പറയാവൂ. ആ നിയമം അത് പാലിക്കണോണ്ട് ഒരു അബദ്ധമില്ല എന്നുള്ളത് സത്യമാണ്. പ്രമാണമൊന്നുമില്ല. പക്ഷേ ആചാര്യമതം ഇന്ന ബുക്കിൽ ഇന്ന ആൾ പറഞ്ഞു എന്നുള്ള പ്രമാണമില്ല. നിങ്ങൾ 7 ദിവസം കൊണ്ട് ഈ ഭാഗവതത്തെ വായിച്ചോളൂ, പറഞ്ഞോളൂ, അത് കേട്ടോട്ടെ. എങ്ങനെ വായിച്ചാലും വിരോധമില്ല, എവിടെ നിർത്തിയാലും വിരോധമില്ല. അതിനൊരു പ്രമാണമുണ്ട്. എന്താ പ്രമാണം? ഭാഗവതം മുഴുവനായിട്ടും 7 ദിവസം കൊണ്ട് വായിക്കുക എന്ന് സൂര്യനാൽ പറയപ്പെട്ടിട്ടുണ്ട്. ക്രമം പറഞ്ഞത് സകാമഭക്തന്മാരുടെ കാര്യങ്ങളാണ്. പക്ഷെ 7 ദിവസം കൊണ്ട് തീർക്കണം. ഈ ഉദിച്ചതിൻ്റെ ശേഷം സന്ധ്യാവന്തനം ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിർത്തണം. അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ
ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഏതാണോ അതിനെ പറഞ്ഞോളുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ടും വായിക്കേണ്ടത് ഏതാണോ അത് വായിച്ചോളുക. വലിയ സ്പീഡിൽ വായിക്കാൻ പാടില്ല. അക്ഷരം മുഴുവൻ കിട്ടാതെ കണ്ട് പറയാതെ കണ്ട് വായിക്കാൻ പാടില്ല. മൂലഗ്രന്ഥത്തിന് പ്രാധാന്യം. അപ്പോൾ വായിച്ചതിൻ്റെ ശേഷമേ പറയാവൂ. ഇങ്ങനെയൊക്കെ നിയമം. 7 ദിവസം കൊണ്ട് വായിക്കുക. ക്രമം ധാരാളമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്രമത്തെയൊക്കെ അവിടെ പറഞ്ഞതിൻ്റെ ശേഷം ഭാഗവതത്തിൽ എങ്ങനെയാണോ ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണയേവ ഹി ആയിട്ട് ഭഗവാൻ തന്നെ ആയിട്ട് മാറിയത്, അതിനെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഭാഗവതത്തെ ആശ്രയിക്കുക. ഇത് അവിടെ നടന്നു. ആ നടന്നതിൻ്റെ ഫലമായിട്ട് ആ പ്രേതം മുക്തമായി എന്നുള്ളതാണ്. അത് 49-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് ഇനി അടുത്തതിൽ പറയാം. ഇപ്പം നമ്മൾ 2 ശ്ലോകമേ പറഞ്ഞുള്ളൂ. അത് പാരായണ വിധി അതിൽ പെട്ടതുകൊണ്ടാണ്. ഇനി നമ്മളെങ്ങനെയാണ് സാധാരണ പാരായണം ചെയ്യാറ് നമ്മൾ പറഞ്ഞു, ലേട്ടല്ല, എന്നാൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്. 1-ാമത്തെ ദിവസം തൃതീയ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം വരാഹ അവതാരം വായിച്ചും ചിലപ്പോൾ 19 വരെ വായിക്കാം. 20-ാമത്തെ അധ്യായം ഒരു പ്രത്യേക അധ്യായം. അത് നേരെ വിളിച്ചാകുമ്പോൾ വായിക്കേണ്ടെന്ന് വിചാരിച്ച് അതും കൂടി വായിക്കും. പിന്നെ 2 അധ്യായം കൂടി മനു കർദമ സംവാദം കൂടി വായിക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ആ പ്രമാണപ്രകാരം അവിടം വരെ എത്തിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും. ഇപ്പോൾ 13, 19, 20, 22 അതിൽ 22 ഉത്തമമായിട്ടുള്ള പ്രമാണം. ഇനി 2-ാമത്തെ ദിവസം ഭദ്രകാളി അവതാരം 9-ാമത്തെ 5-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം. അതിൽ 15-ാമത്തെ അധ്യായം വരെ വായിക്കണം എന്നതാണ് ഒരു നിയമം. അപ്പോൾ ഇതിൽ രഘുഗണ ഭരത ജഡഭരത സംവാദം ഉണ്ടായതുകൊണ്ട് അതൊരു ഉപദേശമാണ്. അത് രാവിലെയാണ് ഉത്തമം. എല്ലാവരെയും നമസ്കരിക്കും. ശിശുഭ്യോ നമ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രമാണമാണത്. അപ്പോൾ അതുകൊണ്ട് അത് രാവിലെ മതി എന്ന് നിശ്ചയിച്ചു. ഭദ്രകാളി രാത്രി യാമമുണ്ട്. ഭഗവാൻ തന്നെയാണ് ഭദ്രകാളി ആയത് എങ്കിലും ആ സങ്കല്പത്തിൽ കാണാം. ശിവപുരാണത്തിലുണ്ട് ഭഗവാൻ വിഷ്ണു ഭദ്രകാളിയായിട്ട് വന്നു എന്ന്. അപ്പോൾ ഇവിടെ ഭദ്രകാളിയെ വായിച്ച് ആ 9-ാമത്തെ അധ്യായം 5-മത്തിൽ അത് വായിച്ച് നിർത്താം. ഇനി അടുത്ത ദിവസം ഭദ്രകാളി കഴിഞ്ഞാൽ പിന്നെ നരസിംഹാവതാരമാണ്. അപ്പോൾ അവിടെ നരസിംഹാവതാരവും പ്രഹ്ലാദസ്തുതിയും വായിച്ച് നിർത്തലാണ് പതിവ്. 9-ാമത്തെ അധ്യായം 15-ൽ 7-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായം കൂടിയും വായിച്ച് നിർത്തുക. അങ്ങനെയാണ് നമ്മൾ പതിവ്. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ശ്രീകൃഷ്ണ അവതാരം കൂടിയും വായിച്ച് നിർത്തുകയാണ് പതിവ്. പൂതനാമോക്ഷം വരെ വായിക്കൽ പതിവില്ല. അതുവരെ വേണം എന്നതാണ് നിയമം. പക്ഷേ 3-ാമത്തെ ദിവസം ഈ 4-ാമത്തെ ദിവസം 10-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം അവതാരം കൂടി വായിച്ച് നിർത്തും. പിന്നെ 5-ാമത്തെ ദിവസം രുക്മിണി സ്വയംവരം വായിച്ച് നിർത്തുകയാണ് പതിവ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 6-ാമത്തെ ദിവസം 23-ാമത്തെ അധ്യായം വരെ വായിച്ച് നിർത്തുക എന്നൊരു കണക്കുണ്ട്. പിന്നെ പൂജ 26-ാമത്തെ അധ്യായം കൂടി വായിച്ച് നിർത്തുക, എന്നാൽ രാവിലെ പൂജ വായിക്കാം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ 26 വരെ വായിക്കാം എന്നതാണ് ശരിക്കുള്ളൊരു നിയമം. കാരണം അത് മുഴുവൻ പറയൽ എന്തായാലും സാധ്യമല്ല. അപ്പോൾ 26-ാമത്തെ അധ്യായം കൂടി വായിച്ചിട്ട് നിർത്തിയിട്ട് പിറ്റേ ദിവസം എന്താണോ പറയാൻ പറ്റുക വെച്ചാൽ അത് വായിച്ചിട്ട് 27-ാമത്തെ അധ്യായം പൂജയാണ്. അപ്പോൾ പൂജ തൊട്ടാണ് വായിച്ചിട്ട് ആ സമാപനം കൂടി വായിച്ച് അഭിജിത്ത് മുഹൂർത്തത്തിൽ പാരായണം ഫുള്ളാവണം. അതായത് അഭിജിത്ത് മുഹൂർത്തത്തിൽ അവതാരം വായിക്കണം. 11 മണി 7 മുന്നേയൊക്കെ ആയിട്ട് ഈ വായനയൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണം എന്തൊക്കെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അവതാരം കൂടി വായിക്കണം അഭിജിത്ത് മുഹൂർത്തത്തിൽ. അത് 11:15 മുതൽ 12:30 വരെയുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ അഭിഷേകം എല്ലാം കഴിഞ്ഞ് അവതാരം വായിച്ച് നിർത്തണം. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് 12:30 മുന്നേ 12:20 കൂടിയിട്ട് ദക്ഷിണ, എല്ലാവരും ദക്ഷിണ ചെയ്യണം. പല അമ്പലങ്ങളിലും ഈ ദക്ഷിണയ്ക്ക് ആരും ഉണ്ടാവില്ല. ആ മുമ്പിലിരിക്കുന്ന 10 ആൾക്കാർ ദക്ഷിണ വരും.
ബാക്കിയുള്ളവരൊക്കെ ഊണഴിക്കാൻ പോകും. പിന്നെന്ന് ഒരൊറ്റ പോക്ക. ആദ്യമേ തന്നെ ഊണഴിക്കാനുള്ള ഹാള് നിറഞ്ഞിട്ടുണ്ടാവും. കാരണം അവസാനത്തെ ദിവസമാണല്ലോ സദ്യ. ഈ മൈക്കിൽ ഇങ്ങനെ ഇത്രയും ദിവസം 7 ദിവസമോ അല്ലെങ്കിൽ 9 ദിവസമോ വായിച്ചുള്ള ആൾ വിഡ്ഢിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. മുമ്പിലുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ദക്ഷിണ സമർപ്പിക്കുകയും ചെയ്യും വേഗമായിട്ട്. അപ്പോൾ അവിടെ വലിയൊരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ. ആചാരനെ കുറിച്ച് കാമാമുണ്ടില്ല. ബാക്കി മറ്റേ സംഘാടകർ ചെയ്തതായിട്ടുള്ള പിരിവ്, ഓരോ ജനങ്ങളും ഓരോന്ന് കാണിച്ചത്, ഇവിടെ വന്ന പങ്കാളിത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ആചാര്യൻ ഇത്ര ദിവസം എന്താ പറഞ്ഞേ അതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? എത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ആചാര്യൻ എന്താ അവിടെ സമർപ്പിച്ചു, അതിനെയാണ് പറയേണ്ടത്. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ പറയും. കമ്മിറ്റിക്കാരുടെ ഒരു വിഡ്ഢിത്തരം പറയാൻ ഞാൻ ധാരാളം അനുഭവിക്കുന്നതാ. പറയേണ്ടത് ആചാര്യനെ കുറിച്ചാണ്. അവിടെ ഇന്ന രീതിയിലാണ് ഉണ്ടായത്, ഇന്ന രീതിയിൽ സമർപ്പണം നടന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ എന്നാ. അതല്ല, അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. ആചാരം തിരിച്ചൊന്നും കേൾക്കണില്ല. ബാക്കിയുള്ള അവർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയും. ഒരു പക്ഷേ പൈസയുടെ കണക്കും കൂടി എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഈ മുമ്പിലുള്ള 10 ആൾക്കാർ മാത്രം വന്നിട്ട് എന്തെങ്കിലും തരുകയും ചെയ്യുന്നിട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ അവർക്ക് ദോഷമാണ്. എന്തുകൊണ്ട് ഇത്രയും ഭാഗവത സപ്താഹം നടത്തിയിട്ട് ഈ ദോഷം വരുന്നു? ആചാര്യ പ്രീതി കുറവാതാ. എന്ത് കൊടുക്കണമെന്നല്ല, എന്തെങ്കിലും കൊടുക്കണമെന്നാ. എന്തെങ്കിലും കൊടുക്കാതെ കണ്ട് പോയി കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നുണ്ട്, ഈ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആചാര്യനല്ല കൊടുക്കുന്നത്. കൊടുക്കുന്നത് ആർക്കാ? അമ്പലത്തിലേക്കോ കമ്മിറ്റിക്കോ ആണ്. അത് വേറെ ഇത് വേറെ, രണ്ടായിട്ട് തന്നെ കാണണം. ആ കാശാണ് നിങ്ങൾക്ക് ഒന്നിച്ച് വലിയ സംഖ്യയായിട്ട് തരണം എന്നൊക്കെ പറയും. അതൊക്കെ മുട്ടുന്യായമായിട്ടേ പറയാൻ പറ്റും. അതായത് ഈ 7 ദിവസത്തെ അധ്വാനം കൈക്കോട്ടുകളക്കാരൻ്റെ പോലെയല്ല ഇത്. എത്രയോ പഠനം നടത്തിയാലാണ് ഇങ്ങനെ ഒരു യജ്ഞം നടത്താൻ സാധിക്കുള്ളൂ. അർഹതയില്ലാത്ത ആളുകൾക്ക് ധാരാളമായിട്ട് കാശ് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അർഹതയുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ കണ്ട് അവർ വ്യസനിച്ച് പോകുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, എനിക്ക് അർഹതയുണ്ട്. കാരണം ഞാൻ അത്രയും കമ്മിറ്റഡാണ്. അതായത് ആ ക്ഷേത്രത്തിൽ അഭിവൃദ്ധി അല്ലാതെ കണ്ട്, അതിൽ പങ്കെടുത്തവർക്ക് പോസിറ്റീവ് അല്ലാതെ കണ്ട ഒരു അനിഷ്ടം ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നടക്കേണ്ടത് എന്തോ അത് നടന്നിട്ടുണ്ടായിരിക്കും. അത് ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. അത് നടന്നതിൻ്റെ ശേഷം അവർ നമ്മളെ ഉപേക്ഷിക്കുക പതിവ്. അതൊരു ഹേളനം തന്നെയാണ്. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയല്ല. പക്ഷേ എന്നെ പോലെയുള്ളവർ ഇതിനു വേണ്ടിയിട്ട്, ഭാഗവതത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ളത് ഭഗവാൻ എന്തായാലും അറിയുന്നുണ്ട്. അതല്ല വെച്ചാൽ എനിക്ക് 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള എനിക്ക് ഈ ഭാഗവതം എഴുതാനോ ഇപ്പോൾ ശിവപുരാണം എന്തെഴുതി എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ചിലത് എഴുതാൻ സാധിച്ചുമല്ലോ. ഭാഗവതം, രാമായണം, ദേവി ഭാഗവതം ഇപ്പോൾ എഴുതി വരുന്നതാണ്. അത് ഗദ്യമായിട്ടാണ്. ദേവി മാഹാത്മ്യം, ഭഗവത്ഗീത എഴുതി, അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഭദ്രകാളി മഹാത്മ്യം കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യജ്ഞമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ഈ കമ്മിറ്റ്മെൻ്റാണ്. എനിക്ക് കിട്ടുന്ന ദക്ഷിണ പൈസയായിട്ടല്ല, ഭഗവത് അനുഗ്രഹം, ഭക്തന്മാരുടെ പ്രാർത്ഥന, അതെനിക്ക് കിട്ടുന്നുണ്ട്. അതല്ല വെച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള അറിവില്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല. അപ്പോൾ അത് തരുന്നത് അതാണ്. കർമ്മം ചെയ്താൽ ഫലമുണ്ട്. ആരെന്ത് കുറ്റം പറഞ്ഞാലും അയാൾ ശരിയല്ലാന്നേ. പല കുറ്റങ്ങളുണ്ടാവും, മനുഷ്യനല്ലേ, എന്തെല്ലാം കുറ്റങ്ങളുണ്ടാവും. ആ കുറ്റങ്ങളൊക്കെ എന്തായാലും എന്നെ ബാധിക്കില്ല. എന്താ കാരണം? എൻ്റെ മനസ്സ്, എൻ്റെ പ്രവർത്തനം ഈ കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഇപ്പം നോക്കണ്ട, ഉറപ്പാണ്. ഭാഗവതന്മാരായിട്ട് ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ സാത്വിക വശത്തെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. തെറ്റ് നമ്മിലേക്ക് വരരുത്. ഭഗവാന്റെ ശിക്ഷ, അത് ഈ കുകർമ്മത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ശിക്ഷ വരും. അപ്പോൾ ആ ശിക്ഷ വരാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സാത്വികമായിട്ടേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പാടൂ, അങ്ങനെ തോന്നാവൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗവത പഠനത്തെ ശ്രദ്ധിക്കുക. അതിന്
എല്ലാവർക്കും ഈ ഒരു ബോധത്തിലെത്താൻ ഭഗവാൻ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കുറച്ചധികം ദീർഘം ആയി, 34 മിനിറ്റായി. എങ്കിലും ഇത് കേൾക്കുക. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ.